പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച തത്വമസി ആധ്യാത്മിക മഹാസമ്മേളനം ഭക്തിസാന്ദ്രമായി. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത മഹാസമ്മേളനം ഗാനരചയിതാവ് ആർ.കെ. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച കൊടിയേറുന്ന തിരുവുത്സവാഘോഷങ്ങൾ ഈ മാസം 15 വരെ നീണ്ടുനിൽക്കും. ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ നാടിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ക്ഷേത്ര ചടങ്ങുകളാലും പ്രമുഖ ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാ പ്രപഞ്ചത്താലും പ്രമുഖ കലാകാരന്മാർ വേദി പങ്കിടുന്ന കലാപ്രകടനങ്ങളാലും സമ്പുഷ്ടമാകും ഇത്തവണ പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച വിവിധ ചടങ്ങുകൾ ശ്രദ്ധേയമായി. ആധ്യാത്മിക ആചാര്യന്മാരും വിവിധ മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്ത തത്വമസി ആധ്യാത്മിക മഹാസമ്മേളനം തന്നെയായിരുന്നു ഇതിൽ മുഖ്യം. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ഏഴിക്കോട് ശശി നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് നടന്ന ആധ്യാത്മിക സമ്മേളനം പ്രശസ്ത ഗാനരചയിതാവ് ആർ.കെ. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ മനുഷ്യനെ പരമാത്മാവിലേക്ക് ഉയർത്തുന്ന അപ്ലിഫ്റ്റിംഗ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റേജിനെയാണ് അയ്യപ്പ തത്വത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ആണ് ഈ ആധ്യാത്മിക ഒരു ഇതിനെ പേരിട്ടത് ആരായാലും അവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കണം. തത്വമസി ആധ്യാത്മിക സമ്മേളനം. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് N.P. ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് K.P. അജയൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി P.N. ഗണേശ്വരൻ പോറ്റി, വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീധർ ശർമ്മ, പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ K.N. സംഗീത, പെരുമ്പാവൂർ ASP ഹാർദിക് മീണ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വേദാന്ത ഗവേഷകൻ ബാബു മാനിക്കാട് കലശ സന്ദേശം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ വച്ച് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ചിത്ര സുകുമാരനെ ആദരിച്ചു. ആധ്യാത്മിക മഹാസമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരത്തിൽ ജേതാക്കളായവർക്ക് ചടങ്ങിൽ വച്ച് ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി B. വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി അനിൽ പൊയ്യക്കാരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്താവിന്റെ ഈ വർഷത്തെ തിരുവുത്സവാഘോഷങ്ങൾക്ക് സമാരംഭം കുറിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതിലുപരി പല പല മേഖലകളിലുള്ളവരെ കോർത്തിണക്കി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.